ഹായ് ഫ്രണ്ട്സ്, ഉമ്മുസ് രജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സെൽഫായിട്ട് തന്നെയാണ് ഇൻട്രോ ഒക്കെ തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കിയിട്ടോ. ഹാൻഡ് വർക്കൊക്കെ ഉണ്ട്, കണ്ടു നോക്കിയിട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ഓർഗൻസയിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഭയങ്കര ചുളിവായിരുന്നു. ഇതെന്നല്ല ഇപ്പോൾ വരുന്ന എല്ലാ ക്ലോത്തുകളും ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ നല്ല രീതിക്ക് അയൺ ചെയ്തിട്ട് മെറ്റീരിയൽ അയൺ ചെയ്തിട്ട്, പൊതുവേ അങ്ങനെ തന്നെയാണ്, എന്നാൽ പാർട്ടി വെയർ ആകുമ്പോൾ പ്രത്യേകം അയൺ ചെയ്തിട്ടാണ് നമ്മളത് കട്ടിങ്ങിന് എടുക്കുന്നത്. അല്ലെങ്കിൽ മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസം വരും. പിന്നെ അതേപോലെ തന്നെ ഇതിലൊക്കെ കല്ലും മുത്തും അതൊക്കെ ഉണ്ടെങ്കിൽ അത് ആം ഹോളിൻ്റെ ഭാഗം, നെക്കിൻ്റെ ഭാഗം, സൈഡ് ഓപ്പണിൻ്റെ ഭാഗം അതെല്ലാം കട്ട് ചെയ്തെടുത്തൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പാർട്ടി വെയർ ചുരിദാറും സാധാ ചുരിദാർ സ്റ്റിച്ചിങ്ങും ഒരേപോലെ തന്നെ അല്ല, പിന്നെ എന്തിന് റേറ്റ് കൂട്ടുന്നു എന്നൊരു രീതിക്ക് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. കാരണം ഇത്രയെല്ലാം പിന്നെ ഇത് ഫിനിഷിങ്, അതായത് ലാസ്റ്റ് കണ്ടോ, അപ്പോഴും നമ്മൾ അയൺ ചെയ്ത് നല്ല ഫിനിഷിങ്ങിലാണ് സാധനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറണ്ട് ബില്ല്, അതിൻ്റെ സമയം, പിന്നെ ആ മുത്തും കല്ലും പറിക്കൽ, ഇതൊക്കെയാണ് കേട്ടോ ഈ പാർട്ടി വെയർ ചുരിദാർ റേറ്റ് കൂടാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം പറയുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കിട്ടോ. പിന്നെ അടുത്തത് ഇതേപോലെ തന്നെ സോഫ്റ്റ് ഓർഗൻസി ആയിരുന്നു. അത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഫിനിഷിങ് ആയി. അപ്പോൾ ഞാൻ നമ്മുടെ ലാബിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇത് നമ്മുടെ എന്താ പറയുക, എൻ്റെ ഒരു ദോസ്താണ്, അവളുടെ എന്താ പറയുക, ഇളച്ചി മൂത്തച്ചി അങ്ങനെയുള്ളവരില്ലേ, ഓർക്കൊക്കെ അവർ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിന്നാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരും കൂടി കൊണ്ടുവന്ന് തന്നതാണ്. ഇതിലൊക്കെ ഹാൻഡ് വർക്കാണ്. മറ്റേത് ആദ്യത്തെ മെഷീൻ എംബ്രോയ്ഡറിയും ഹാൻഡ് വർക്കും കൂടി ചേർന്നതായിരുന്നു. ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ്. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കയറിയതായിരുന്നു, എന്നോ കൊണ്ടുവന്ന് നിന്ന്, പക്ഷേ അവർ പെട്ടെന്ന് ആ സമയത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തു. ഇതും അതേപോലെ തന്നെ താഴെയുള്ള ഒരാൾ ഇതാണ്, നമ്മളെ വീടിൻ്റെ താഴെ അങ്ങാടി ഭാഗത്തുള്ള അവർക്കും. ഇവരൊക്കെ എൻ്റെ ഫസ്റ്റ്, കുഞ്ഞുമോളൊഴിച്ച് ഇവരെല്ലാം എൻ്റെ ഫസ്റ്റ് കസ്റ്റമറാണ് ഓരോരുത്തരായിട്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു, ഒന്നും ഒരു നെഗറ്റീവ് പറയാനില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഞാൻ കുഞ്ഞുമോളെ ഡ്രസ്സാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പിന്നെ ക്രൈപ്പ് സിൽക്കില്ലേ, അതാണ് കേട്ടോ. അവർക്ക് ഡൽഹിയിലായിരുന്നു ഇവർക്ക് കല്യാണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എല്ലാ വർക്കും എല്ലാവരും 2-3 പീസ് വെച്ചിട്ട് എന്നെക്കൊണ്ട് ചെയ്യിച്ചായിരുന്നു കേട്ടോ. ഫുൾ ഹാൻഡ് വർക്കാണ്. ഇത് ലെങ്ത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നെക്ക് ഹാൻഡ് വർക്കിനേക്കാൾ മുകളിലോട്ട് ആക്കിയതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നല്ല ഹാൻഡ് വർക്ക് ഉണ്ട്. അപ്പോൾ കയ്യിന് ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു നിങ്ങൾ കണ്ടത്. ഷോളിന് ദുപ്പട്ടയ്ക്ക് നല്ല ഹാൻഡ് വർക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ അവളുടെ തന്നെ കുഞ്ഞുമോൾ തന്നെ നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ അത് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുമോളെ മൂത്തച്ചിക്ക് ചെയ്തതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് ക്രൈപ്പ് സിൽക്ക് ആ രീതിയിൽ വരും, മറന്നുപോയി. ഇത് ജൂട്ട് സിൽക്കാണ്. ഇതും കുഞ്ഞുമോളെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര സെലക്ഷനാണ് കേട്ടോ. എല്ലാം അടിപൊളി സെലക്ഷനായിരിക്കും. എപ്പോഴും എൻ്റെ കയ്യിൽ ഡിസൈൻ ചെയ്യാൻ തരും, കംഫർട്ടായിട്ട്. അവർക്ക് ഭയങ്കര ലെങ്തി ആയിട്ട്, നല്ല ലൂസിൽ, ഭയങ്കര ഇസ്ലാമിക രീതിയിൽ നടക്കുന്നവരാണ്. ആ രീതിക്ക് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ട ടിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇവർക്ക് കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടം. കുഞ്ഞുമോൾ ഫുൾ എപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും എൻ്റെ കയ്യിൽ തരാറുണ്ട്. ഏതായാലും കുഞ്ഞുമോൾക്കൊരു ബിഗ് താങ്ക്സ് കൂടി പറയുകയാണ്. പിന്നെ ഇളച്ചി മൂത്തച്ചി എല്ലാവരും എന്താ പറയുക, നല്ല അഭിപ്രായം പറഞ്ഞല്ലോ, അതിൽ സന്തോഷം. അവർക്ക് തന്നെ ഇളച്ചിക്ക് ചെയ്തതായിരുന്നു കേട്ടോ, അത് മൂത്തച്ചിക്ക് ചെയ്തതായിരുന്നു കേട്ടോ. ഇതൊക്കെ മൂത്തച്ചി. പിന്നെ 4ാമത്തെ പീസാന്ന് തോന്നുന്നുണ്ട്. ഇത് 3-4 ഓർമ്മ കിട്ടുന്നില്ല. ഇതും ഹാൻഡ് വർക്കാണ്. ഇത് ലാസ്റ്റിൽ നമ്മൾ എടുത്ത് വന്നിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതും ഹാൻഡ് വർക്കായിരുന്നു കേട്ടോ. ഷോളിനും ഇതിനൊക്കെ ഏതായാലും വർക്കൊക്കെ അടിപൊളിയായി പാക്ക് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ എല്ലാം തീർത്ത് കൊടുത്ത് മോൻ്റെ അടുത്ത് കൊടുത്ത് വിടുകയാണ് കേട്ടോ ഞാൻ. ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഇപ്പം ഞാൻ നല്ല വർക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സമാധാനത്തിലാകുമ്പോൾ ചില വർക്കുകൾ പെട്ടെന്ന് വേണ്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് വീഡിയോയോ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും തരുന്ന ഒരു വീഡിയോ
എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതിനെല്ലാവരോടും സോറി, ക്ഷമ ചോദിക്കുകയാണ്. അല്ലാതെ എന്നിൽ കിട്ടുന്ന സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന വീഡിയോസും അതിൻ്റെ മോഡൽസും ഡിസൈനിങ്ങും എല്ലാം ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഞാനൊരു വീഡിയോ ചെയ്യും. കുറേ ആളുകൾ ഇത്ര വയസ്സുള്ള കുട്ടിക്ക് എത്ര മെറ്റീരിയൽ വേണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ട്. അപ്പോൾ ഞാനെല്ലാം കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ റിപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജുണ്ട്, 999 ബ്രൈഡൽ ബൊട്ടിക്ക് എന്നാണ് പേജിൻ്റെ പേര്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും. പുതിയ പുതിയ മോഡലുകളൊക്കെ നിങ്ങൾക്ക് അതിൽ എളുപ്പം കാണാൻ പറ്റും. ഓക്കേ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.